സഹകരണ മേഖല എന്ന ഒരു മേഖല നമ്മുടെ രാജ്യത്ത് വളരെ വിപുലമായ മാറ്റങ്ങൾക്ക് കാരണമായൊരു മേഖലയാണ്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായൊരു സംഘടന, വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്കും ഒരുപക്ഷെ രാജ്യത്തിൻ്റെ കർഷക മേഖലയുടെ അഭിവൃദ്ധിക്കും വലിയ സംഭാവനകൾ ചെയ്തൊരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല. പണ്ട് നമുക്കറിയാം, രാജ്യത്ത് കോഫി ബോർഡിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ അവിടെ തൊഴിൽ നഷ്ടം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ കോഫി ബോർഡിനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസുകൾക്ക് തുടക്കം കുറിക്കപ്പെട്ട വലിയ ഒരു മാറ്റം. തൊഴിലാളികൾ ഒരു സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തെ ഏറ്റെടുത്ത് നടത്തുന്ന തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു മേഖലയാണ് സഹകരണ മേഖല. ഈ സഹകരണ മേഖലയിൽ തന്നെയാണ് ഗുജറാത്തിൻ്റെ ഭൂമികയെ വലിയ തോതിൽ മാറ്റിയ അമൂൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിന് കാരണമായതും ഈ സഹകരണ മേഖല തന്നെയാണ്. അങ്ങനെ കേരളത്തിലെ മിൽമയായാലും അമൂലായാലും വിവിധ മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും സഹകരണ മേഖലകളുടെ ഒരു വ്യാപ്തി നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ സംഘടിച്ചുകൊണ്ട്, ഉൽപ്പാദകരും ഉപഭോക്താക്കളും ഒരേപോലെ സംഘടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ആ ഒരു മേഖലയെ സഹകരണം, അതായത് സർക്കാരിൻ്റെയും സഹകാരികളുടെയും ഷെയർ കൊണ്ട് കെട്ടിപ്പടുക്കുന്ന, അവരാൽ തന്നെ ഭരിക്കപ്പെടുന്ന, അവരാൽ തന്നെ തീരുമാനമെടുക്കപ്പെടുന്ന ഒരു പുതിയ സംവിധാനത്തിന് ഭാരതത്തിൽ തുടക്കം കുറിക്കപ്പെടുമ്പോൾ ഈ സഹകരണ മേഖല വിപുലമായ തൊഴിൽ സാധ്യതയും ഒരുക്കി തരുന്നുണ്ട്. അത് കെട്ടിട നിർമ്മാണ രംഗത്തായാൽ, ഭവന നിർമ്മാണ രംഗത്ത് വായ്പകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് പരസ്പരം ലോണുകളും മറ്റുമൊക്കെ നൽകുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമുള്ള സഹകരണ സംഘങ്ങളുണ്ട്. കാർഷിക മേഖലയിൽ ഉൽപ്പാദകരുടേതായിട്ടുള്ള സഹകരണ സംഘങ്ങളുണ്ട്. ക്ഷീര മേഖലയിൽ അമൂൽ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ളൊരു ക്ഷീര മേഖലയിൽ വളർന്നു വന്ന സഹകരണ പ്രസ്ഥാനങ്ങളാണ്, മിൽമയും ഒക്കെ തന്നെ. സെറിഫെഡ് പോലുള്ള സ്ഥാപനങ്ങൾ. അങ്ങനെ സഹകരണ മേഖലയിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് പോലും, വ്യവസായ രംഗത്ത് പോലും, ഖാദി മേഖലയിലുമൊക്കെ സഹകരണ സംഘങ്ങളുടെ വലിയ വ്യാപ്തി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സഹകരണ മേഖല സർക്കാരിൻ്റെ പരിമിതികൾ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ രാഷ്ട്രത്തിൻ്റെ പുനഃസൃഷ്ടിയുടെ മേഖലകളിൽ കടന്നു ചെല്ലാൻ, അവിടെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതും അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മകൾ ചേർന്നുകൊണ്ടാണ് ജില്ലാതലത്തിലും പിന്നീട് സംസ്ഥാന തലത്തിലും ഒക്കെ സഹകരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടുവന്നത്. ഈ ഒരു 3 ടയർ സിസ്റ്റത്തിൻ്റെ ഒക്കെ അപ്പലൈറ്റ് ബോഡിയായിട്ട് തലപ്പത്തിരിക്കുന്ന ഇവയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് സഹകരണ മേഖലയ്ക്ക് മതിയായ ഫണ്ട് നൽകുന്നത്. ഈ കേന്ദ്ര സ്ഥാപനത്തിൻ്റെ കീഴിൽ വരുന്ന സഹകരണ പ്രസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിൽ സാധ്യതകളെ നമുക്ക് എങ്ങനെ കണ്ടെത്തി ഉപയോഗപ്പെടുത്താൻ സാധിക്കും? അപ്പം നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനം മുതൽ താഴേക്ക് നമുക്ക് തൊഴിലവസരങ്ങൾ ഓപ്പൺ ചെയ്യപ്പെടുകയാണ് സഹകരണ മേഖലകളിൽ. രാജ്യത്തെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കാം നമ്മുടെ ഇന്ത്യയിലേത്. അപ്പോൾ നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റ് മുതൽ മുകളിലേക്കുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. MBA എടുത്തിട്ടുള്ള, കോർപ്പറേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നല്ല നല്ല ഓഫീസർ റാങ്കിലൊക്കെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാണ്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. മത്സര പരീക്ഷകളിലൂടെ, ഇൻ്റർവ്യൂകളിലൂടെ, ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയൊക്കെ ഉള്ള സെലക്ഷൻ പ്രോസസ്സുകളെ മറികടന്ന് ചെല്ലാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ നമുക്കിപ്പോൾ കേരളത്തിലാണെങ്കിൽ അവിടെ കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലേക്ക് നമുക്ക് ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. BCom കോർപ്പറേഷൻ പോലുള്ള സബ്ജക്റ്റുകളാണ് ഇവിടെ പഠിക്കേണ്ടത്. അപ്പോൾ അതുകൂടാതെ മിഡിൽ ലെവലിൽ ഉള്ള സ്ഥാപനങ്ങൾ നമുക്കിവിടെ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കേരള ബാങ്കിലേക്ക് ലയിക്കപ്പെട്ടതുകൊണ്ട് നമുക്കിപ്പോൾ അവിടെ അത്തരത്തിലുള്ള ബാങ്കുകൾ നമുക്ക് കാണാൻ കുറവായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ താഴെ തട്ടിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളാണ്. ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും തൊഴിൽ സാധ്യതകളേറെയാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെയുള്ള ആൾക്കാരായിരിക്കും
തന്നെയായിരിക്കും അതിൻ്റെ ഭരണസാരഥ്യം പലപ്പോഴും വഹിക്കുക. നാട്ടിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും അതിൻ്റെ സഹകാരികളായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഇത്തരം മേഖലകളിലേക്ക് JDC അല്ലെങ്കിൽ HDC എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ഡിപ്ലോമ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു പഠന മേഖലയാണ്. JDC എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട്, കോപ്പറേറ്റീവ് കോളേജുകളിൽ ജോയിൻ ചെയ്തുകൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എന്ന ഒരു ഡിപ്ലോമ കോഴ്സിലേക്ക് പോകാനായിട്ട് സാധിക്കും. താഴെത്തട്ടിലുള്ള പോസ്റ്റുകളിൽ അയാൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ കുട്ടിക്ക് ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ വേണമെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, അപ്പോൾ HDC എന്ന് പറയും. അപ്പോൾ അതിന് ഏത് ഡിഗ്രി എടുത്താലും മതി, BCom വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. BCom എടുത്തവർക്കും അല്ലെങ്കിൽ BA എടുത്തവർക്കും BSc എടുത്തവർക്കും ഒക്കെ ഈ ഒരു HDCക്ക് ചേരാൻ പരിമിതികളോ തടസ്സങ്ങളോ ഒന്നുമില്ല. പക്ഷേ BCom കോപ്പറേഷൻ പഠിച്ച കുട്ടികൾ വീണ്ടും പോയിട്ട് ഇത് പഠിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ BCom കോപ്പറേഷനോ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് HDCയോ അതുമല്ല എങ്കിൽ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറ് പരിഗണിച്ചുകൊണ്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന ഡിഗ്രിയോ എടുത്തതിന് ശേഷം കുട്ടികൾക്ക് ഈ മേഖലയിലേക്ക് തൊഴിൽ തേടിയെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ സഹകരണ മേഖലയിലേക്ക് ഇതുകൂടാതെ MBA എടുത്ത് MCom എടുത്ത് ഒക്കെ പോകാനായിട്ടുള്ള അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ സഹകരണ ബാങ്കിൽ ഒരു സെക്രട്ടറി ആകാൻ ആഗ്രഹിക്കുന്നു, ഒരു ക്ലർക്ക് ആകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ജില്ലാ സംസ്ഥാന ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് കേരള ബാങ്ക് മാത്രമല്ല, മറ്റ് പല സെറികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സെറിഫെഡും ഖാദി ബോർഡും ഒക്കെ അടക്കമുള്ള നിരവധി മത്സ്യഫെഡ് പോലുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ സഹകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിൽ താഴെത്തട്ടിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ, മുകളിലേക്ക് വരുന്ന സ്ഥാപനങ്ങളിൽ പർട്ടിക്കുലറായിട്ടുള്ളൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടോ സർവീസിന് വേണ്ടിയിട്ടോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭവന നിർമ്മാണത്തിന് വേണ്ടി മാത്രമായിട്ട് സഹകരണ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ മത്സ്യഫെഡ് എന്ന് പറയുന്നത് മത്സ്യം സംഭരിച്ച് മത്സ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നതിന് മാത്രമായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. അങ്ങനെ ആ പർട്ടിക്കുലർ മേഖലയിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ജനറലായിട്ട് വരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതിലേതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കോസ്റ്റൽ കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയുന്ന CCT എന്നൊക്കെ പറയുന്ന ചില അതായത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ, പൊതുഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ വിപുലമായി വളരെ സക്സസ്ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ് പോലെ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെയുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ജീവനക്കാർക്ക് എല്ലാവർക്കും ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അവർക്ക് എല്ലാവർക്കും കൂടിയായിരിക്കും. കാരണം അതിൻ്റെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ അവർ തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ആ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു മനഃശാസ്ത്രമാണ് ഇവിടെ കൂടുതൽ വർക്കൗട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഇവിടെ ഇത് ഒരു വലിയ തൊഴിൽ മേഖല തന്നെയാണ്. അതിന് നമുക്ക് കേരളത്തിലാണ് എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് മേഖലയിൽ മാത്രം റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പരീക്ഷ നടത്താൻ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ പരീക്ഷകൾക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ പരീക്ഷയ്ക്ക് ശേഷം അതാത് ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് റാങ്ക് ലിസ്റ്റ് പോകുന്നതിൻ്റെ മുറയ്ക്ക് അവിടെ ഇൻ്റർവ്യൂ നടത്തി ആ സ്കോറുകളെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇവരെ സെലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ബിരുദ മേഖലകളിലൂടെ കടന്നു പോകാം. അതിൽ ഒന്നാമത് വരുന്നത് JDC, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് JDCക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് വരുന്നത് ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് കോപ്പറേഷനിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജോയിൻ ചെയ്യാൻ സാധിക്കും. മൂന്നാമത് വരുന്നത് BCom കോപ്പറേഷനാണ്. അത് +2 കൊമേഴ്സ് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കായിരിക്കും അവിടെ കൂടുതൽ അഡ്മിഷൻ കിട്ടുക. നാലാമത് വരുന്നൊരു മേഖല എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ എന്ന മേഖലയിൽ അവർക്ക് ഡിഗ്രി എടുക്കാൻ സാധിക്കും. ഇതിന് ശേഷം ഈ മേഖലയിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ചില ഉപരിപഠന സാധ്യതകൾ മാനേജ്മെൻറ്റ് മേഖലയിലും ഒക്കെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ സഹകരണ മേഖലയെ വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് വളരെ വിപുലമായിട്ട് പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാനും അവരുടെ സാധ്യതകളെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താനുമുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സാധ്യതകളെ വിപുലമായി ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി കുട്ടികൾക്ക് ഒരുങ്ങാൻ സാധിക്കും.